എനിക്ക് ഈ പടത്തിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യമുണ്ട്. അത് പറയുന്നതിനേക്കാളും മുമ്പ് ഞാൻ ആലപ്പുഴ ജിംഖാന FDFS കഴിഞ്ഞിട്ട് ചൂടോടെ വന്നിരിക്കുകയാണ്. ഏറ്റവും ആദ്യം പറയാനുള്ളത്, നിങ്ങളൊരു തല്ലിമാല പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ നസ്ലൻ്റെ വേറൊരു പ്രേമല് പോലത്തെ കിടിലം പടമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഒരിക്കലും പോകരുത്. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാണ്. എനിക്കറിയാം, ഖാലിദ് റഹ്മാൻ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡയറക്ടേഴ്സാണ്. പുള്ളി പല പല ജോൺറസ് ആയിട്ട് പടങ്ങൾ എടുക്കാറുള്ളൂ. ഒരു ടിപ്പിക്കൽ ജോൺറ പുള്ളിക്കില്ല. മാക്സിമം പുള്ളി ഡിഫറെൻറ്റ് സാധനങ്ങൾ ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ ഈ പടം അനൗൺസ്മെൻറ്റ് തുടങ്ങിയപ്പോൾ സ്പോർട്സ് ഡ്രാമ ആയിരിക്കും എന്ന് പറഞ്ഞു, സ്പോർട്സ് പടമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, കിട്ടില്ല, ഒരു സ്പോർട്സ് പടം തന്നെ പ്രതീക്ഷിക്കാം. അത് തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു സ്പോർട്സ് പടമൊന്നുമല്ല. അത്യാവശ്യം ഡിഫറെൻ്റ് ആയിട്ടുള്ള, പക്ഷേ കൂടുതൽ റോം കോം അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈപ്പ് പടമാണ്. ശരിക്കും ഒരു റോം കോം എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരു സ്പോർട്സ് ആ ഒരു ആംഗിൾ ജസ്റ്റ് ഒരു രീതിയിൽ ഇങ്ങനെ കടന്നു വരുന്നുള്ളൂ. അല്ലാതെ ഒരു ഔട്ടർ മോസ്റ്റ് ആ പടം പക്ക ഒരു റോം കോം പടം. പക്ഷെ നിങ്ങൾ ഒരിക്കലും നമ്മുടെ പ്രേമലൊക്കെ കണ്ട പോലെ നസ്ലനെ കാണാൻ പോകരുത്. നസ്ലൻ്റെ ആ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഷോ പ്രതീക്ഷിച്ച് ഭയങ്കര സെറ്റായിരിക്കും, ഇടി എത്രയും സിക്സ് പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും പോകരുത്. നസ്ലനേക്കാളും കൂടുതൽ സ്കോർ ചെയ്യുന്നത് ബാക്കിലുള്ള, അതായത് കൂടെയുള്ള ക്യാരക്ടേഴ്സാണ്. നസ്ലൻ അവരുടെ പകുതി പോലും സ്കോർ ചെയ്യുന്നില്ല ഈ പടത്തിൽ. അത്യാവശ്യം ആ ഒരു ക്യാരക്ടർ ഡ്രിവൻ ആണ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. അതും ഒരാളെ മാത്രം ഹീറോ ആയിട്ട് അങ്ങനെ തലയിൽ പൊക്കിയെടുത്ത് വെക്കുന്നൊന്നുമില്ല. അത് നല്ല രീതിയിൽ നാച്ചുറലാക്കിയിട്ടാണ് പല പല മാസ് സീൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല രസമായിട്ട് അത് കണ്ടിരിക്കാനും പറ്റും. പോലത്തേന് നമുക്ക് അറിയാവുന്ന എല്ലാവരുമാണ് നമ്മുടെ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നതിൽ. അപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും അവരിതുപോലെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ. നസ്ലനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. നസ്ലൻ ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഇടി കൊണ്ടുണ്ട്. നമ്മുടെ തല്ലിമാലയിൽ ടോവിനോൻ്റെ ചെകിട്ടത്ത് ശരിക്കിട്ടടിക്കുന്നൊരു സംഭവമില്ലേ, അതുപോലെ തന്നെ നസ്ലൻ്റെ ചെകിട്ടത്തും നല്ല കിൻഡല് പഞ്ച് കിട്ടുന്നുണ്ട് ഇതിൽ. അതൊരു സ്പോയിലറൊന്നുമല്ല, കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇത് ബോക്സിംഗ് പടമാണ്. എന്തായാലും അങ്ങോട്ട് കൊടുക്കലും വാങ്ങലും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ സീക്വൻസിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ശരിക്കും സ്ലോ മോഷനിലാണ് അത് എടുത്തിരിക്കുന്നത്. ശരിക്കും നസ്ലൻ്റെ തല ഇങ്ങനെ ഫുട്ബോൾ തട്ടണ പോലെ പോകുന്നത്. ശരിക്കും ആ സീക്വൻസൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇത്രയും ഡെഡിക്കേഷനൊക്കെ സത്യം പറഞ്ഞാൽ അത് ഹാറ്റ്സ് ഓഫ് ടു ഹിം. നല്ല രീതിക്ക് പുള്ളി പണിയെടുത്തിട്ടുണ്ട്. ആ ഫിസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒന്നാമത് നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്. അതും ബാക്കിയുള്ളവരെക്കാളും നല്ല കിടിലും ഫിസിക്കാണ് പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പോരാത്തതിന് ആ ഒരു ബോക്സിങ് സീക്വൻസുകളൊക്കെ നല്ല രീതിക്ക് പുള്ളി പണിയെടുത്തിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവും. കാരണം ഇവരൊക്കെ ആക്ടേഴ്സാണ്. എല്ലാവരും അതെ കേട്ടോ, ഞാൻ നസ്ലനെ മാത്രമല്ല പുകഴ്ത്തി പറയുന്നത്, എല്ലാവരും അതെ, ഇവരൊക്കെ ആക്ടേഴ്സാണ്. പക്ഷേ ഇവരുടെ ഓപ്പോസിറ്റ് നിന്ന് ബോക്സ് ചെയ്യുന്നവരൊക്കെ പക്കാ പ്രൊഫഷണൽസ് ആയിരിക്കുള്ളൂ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ പിടിച്ച് നിൽക്കുന്ന രീതിയിൽ ഇവർ ചെയ്യണമെങ്കിൽ അത്രയും പണിയെടുത്തുണ്ടാവണം. പിന്നെ പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ആക്ട് ഫുൾ ഒരു റോം കോം മൂടി പോയിട്ട് പിന്നെ സെക്കൻഡ് ആക്ടിലേക്ക് വരുമ്പോൾ ഒരു സ്പോർട്സ് ആ ഒരു ടൈപ്പിലേക്ക് വന്നിട്ട് ലാസ്റ്റ് ആയപ്പോഴാണ് പിന്നെ നമുക്കൊരു ഹൈ കിട്ടുന്നത്. ഒരു ടിപ്പിക്കൽ ഹൈ മൊമെൻറ്റോ കാര്യങ്ങളൊന്നും ഇതിലില്ല. ഒരു സാധാരണ പടം, നല്ലൊരു സാധാരണ ഒരു പടം, മോശമല്ല എന്നാലോ ഭയങ്കര നല്ലതുമല്ല, പക്ഷെ നമുക്ക് കണ്ടിരിക്കാൻ നല്ലൊരു പടം. പിന്നെ ഇതിലത്തെ ക്യാരക്ടേഴ്സ് ആൻഡ് സ്റ്റോറി അങ്ങനെ വളരെ ഡെപ്തുള്ള സാധനങ്ങളൊന്നുമല്ല. അത് ഒരു സാധാരണ മൂഡ് സ്റ്റോറി, ഒരു ടിപ്പിക്കൽ ടീനേജ് ഡ്രാമ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഒരു സംഭവം. അങ്ങനെ ഭയങ്കര ഇമോഷണൽ കണക്ട് തോന്നുന്ന അങ്ങനത്തെ സംഭവങ്ങളോ ആ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു പക്ക എൻജോയ്മെൻറ്റ് ചുമ്മാ കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു പടമാണത്. പിന്നെ പടം കഴിഞ്ഞ് നമ്മളുടെ മൈൻഡിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ പോലും ഇതിലില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരുന്ന്, ഇപ്പോൾ വിഷു അല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ചുമ്മാ പൈസ കൊടുത്തിട്ട് നമ്മൾ പോയിരുന്ന ഒരു കുറച്ച് നേരത്തേക്ക് ഒന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു പടം, നല്ലൊരു പടം. ഭയങ്കര സെറ്റപ്പ് കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ എന്നാലും വളരെ മോശവും സംഭവങ്ങളൊന്നുമല്ല. നല്ല രീതിയിൽ ഡീസൻ്റ് ആയിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പോലത്തേന് ആക്ടേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും വളരെ രീതിയിൽ കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടാതെ പോയിരുന്നത് ആ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം മ്യൂസിക്കിലൊന്നും എനിക്ക് അത്ര വലിയൊരു ഹൈ കിട്ടുന്ന ഒരു രീതിയിലേ ഇല്ല. മ്യൂസിക്കൊക്കെ വെച്ച് ഇപ്പോഴത്തെ ആൾക്കാർ കളിക്കുന്ന കളി കാണണം. കാരണം ഒരു പടം തന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും നമുക്കൊരു മ്യൂസിക് വെച്ചിട്ട്. പക്ഷേ ഇതിലങ്ങനെ ആ ഒരു രീതിയിലുള്ള ആ ഒരു സിറ്റുവേഷൻ കണ്ടൊരു ബിഗ് സ്പീച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ആ പഞ്ചാര പഞ്ച് എന്ന് പറയുന്ന പാട്ട് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അത് വെറുതെ വേസ്റ്റ് ചെയ്ത പോലെ ആയിപ്പോയി. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പടം കഴിഞ്ഞ് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത് ഭയങ്കര വേസ്റ്റ് ആയിപ്പോയ പോലെ ആയിപ്പോയി. പക്ഷേ നല്ല പടമായിരുന്നു കേട്ടോ.